Hello dears, welcome to the class. Today we are going to discuss about our 12th unit at a glance. Okay, let's start our class. Fruit salad. The children in Milan's class brought fruits to make fruit salad. ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കുന്നതിനായി മിലൻ്റെ ക്ലാസ്സിലെ കുട്ടികൾ പഴങ്ങൾ കൊണ്ടുവന്നു. Do you have all kinds of fruits? How many of each fruit are there? How can we count if they are mixed up like this? Let's start. അപ്പോൾ ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കുന്നതിനായി മിലൻ്റെ ക്ലാസ്സിലെ കുട്ടികൾ കുറേ പഴങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടില്ലേ? എല്ലാ തരം പഴങ്ങളും ഉണ്ടോ? സാറ് ചോദിക്കുകയാണ്. ഹോ, ഇങ്ങനെ വെച്ചാൽ എങ്ങനെ എണ്ണും? ഓരോ തരം പഴങ്ങളും എത്ര വീതമുണ്ട്? തരം തിരിച്ചു വെച്ചാലോ? അപ്പോൾ ഒരു കുട്ടയിലാണ് പഴങ്ങൾ അടുക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് കുട്ടികൾ പറയുന്നത്? ഇങ്ങനെ വെച്ചാൽ എണ്ണാൻ പ്രയാസമാണ്, നമുക്ക് ഓരോന്നും തരം തിരിച്ചു വെച്ച് എണ്ണാമെന്നാണ്. See how the fruits are sorted. പഴങ്ങൾ തരം തിരിച്ചത് നോക്കൂ. കണ്ടില്ലേ? ഓരോ പഴങ്ങളായി തരം തിരിച്ചു. ഇനി അത് എണ്ണി നോക്കണം. ആദ്യത്തേത് ആപ്പിളാണ്. എത്രയാണുള്ളത്? ആപ്പിൾ 5, മാംഗോ 3, ബനാന 10, ഗുവ 8, ഓറഞ്ച് 3, പൈനാപ്പിൾ 1. ഇത്രയുമാണ് തന്നിട്ടുള്ളത്. വിച്ച് ഫ്രൂട്ട് ഈസ് ദ മോസ്റ്റ് ഇൻ നമ്പർ? ഏറ്റവും കൂടുതലുള്ളത് ബനാന 10. വിച്ച് ഫ്രൂട്ട് ഈസ് ഓൺലി 1 ഇൻ നമ്പർ? ആകെ ഒരെണ്ണമുള്ളത് പൈനാപ്പിൾ. വിച്ച് ഫ്രൂട്ട്സ് ആർ സെയിം ഇൻ നമ്പർ? ഒരേ നമ്പറിലുള്ളത് മാംഗോ ആൻഡ് ഓറഞ്ച് 3 ഈച്ച്, 3 എണ്ണം വീതം. ഹൗ മെനി മോർ ഗുവാസ് ആർ ദർ ദാൻ പൈനാപ്പിൾസ്? പൈനാപ്പിളിനേക്കാൾ എത്ര കൂടുതലാണ് പേരയ്ക്കുള്ളത്? 8 ഗുവാസ് മൈനസ് 1 പൈനാപ്പിൾ 7. വിച്ച് ഫ്രൂട്ട്സ് ആർ മോർ ഇൻ നമ്പർ ദാൻ മാംഗോസ്? മാംഗോയേക്കാൾ കൂടുതലുള്ളത് ഏതൊക്കെ ഫ്രൂട്ട്സ് ആണ്? ആപ്പിൾ, ഗുവ ആൻഡ് ബനാന. They took vessels from the school kitchen and made fruit salad and shared it with the others. Can you also make fruit salad? What vessel would you take from the kitchen? Write in the table below. സ്കൂളിലെ അടുക്കളയിൽ നിന്ന് പാത്രങ്ങളെടുത്ത് അവർ ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കി എല്ലാവർക്കും കൊടുത്തു. നിങ്ങളും ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കൂ. അടുക്കളയിൽ നിന്ന് ഏതെല്ലാം പാത്രങ്ങൾ എടുത്തു? പട്ടികയിൽ എഴുതൂ. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത് സ്കൂളിലെ അടുക്കളയിൽ നിന്നെടുത്ത പാത്രങ്ങളാണ്. ഓരോന്നും എത്ര വീതം എടുത്തു എന്ന് നോക്കാം. നിങ്ങളുടെ സ്കൂളിൽ നിന്നെടുത്തത് നിങ്ങൾക്ക് എഴുതാം. ലാർജ് ബക്കറ്റ് 1, സ്മോൾ ബക്കറ്റ് 2, ലാർജ് ബൗൾ 2, ലാർജ് ലാഡിൽ 3, സ്മോൾ സ്പൂൺ 5. അറ്റ് മൈ ഹോം ദ നമ്പർ ഓഫ് വെസൽസ് ഇൻ മൈ ഹോം. എൻ്റെ വീട്ടിലെ പാത്രങ്ങളുടെ എണ്ണം. അപ്പോൾ നിങ്ങൾ എഴുതേണ്ടത് നിങ്ങളുടെ വീട്ടിലെ പാത്രങ്ങളുടെ എണ്ണമാണ്. ഗ്ലാസ് 8, പ്ലേറ്റ് 6, ലാഡിൽ 2, സ്പൂൺ 10, ക്ലേ ബൗൾ 3, ക്ലേ പോട്ട് 1, ബക്കറ്റ് 4. സ്നാക്സ്. മിലൻ went to the kitchen to count the vessels. His mother was making ഉണ്ണിയപ്പം, his favorite snack. പലഹാരങ്ങൾ. മിലൻ പാത്രങ്ങളുടെ എണ്ണം നോക്കാൻ അടുക്കളയിൽ പോയി. അമ്മ അവൻ്റെ ഇഷ്ടപലഹാരമായ ഉണ്ണിയപ്പം ഉണ്ടാക്കുകയാണ്. അപ്പോൾ പാത്രങ്ങൾ എണ്ണാനായിട്ട് മിലൻ അടുക്കളയിൽ ചെന്നപ്പോൾ അമ്മ ഉണ്ണിയപ്പം ഉണ്ടാക്കുകയാണ്. ഇറ്റ്സ് മൈ ബർത്ത്ഡേ. ഐ വിൽ ഗിവ് ഉണ്ണിയപ്പം ടു ഓൾ മൈ ഫ്രണ്ട്സ്. എൻ്റെ പിറന്നാളല്ലേ, എല്ലാ കൂട്ടുകാർക്കും ഉണ്ണിയപ്പം കൊടുക്കണം. മിലൻ പറഞ്ഞു, എൻ്റെ പിറന്നാളായിട്ട് എല്ലാ കൂട്ടുകാർക്കും ഉണ്ണിയപ്പം കൊടുക്കണമെന്ന്. മിലൻ വെൻറ്റ് ടു ഹിസ് ക്ലാസ് വിത്ത് ഉണ്ണിയപ്പം. ഐ ലൈക്ക് ഇലയട മോർ. മിലൻ ഉണ്ണിയപ്പവുമായി ക്ലാസ്സിലെത്തി. കണ്ടില്ലേ എല്ലാവർക്കും കൊടുക്കുന്നത്? അപ്പോൾ വീൽ ചെയറിൽ ഇരിക്കുന്ന കുട്ടി പറയുകയാണ്, എനിക്ക് ഇലയടയാണ് ഇഷ്ടമെന്ന്. ആ കുട്ടിക്ക് അടയാണ് ഇഷ്ടം. Ask your friends about their favorite snacks. Make a table of the number of children who like each snack using pictures like this. നിങ്ങളുടെ ക്ലാസ്സിലെ മുഴുവൻ കൂട്ടുകാരുടെയും ഇഷ്ടപലഹാരം ചോദിച്ചറിയൂ. ഓരോ പലഹാരവും ഇഷ്ടപ്പെടുന്നവരുടെ എണ്ണം ചിത്രരൂപത്തിൽ പട്ടികപ്പെടുത്തുക. അപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ടോ അവരുടെ ഇഷ്ടപലഹാരം കണ്ടെത്തി എഴുതണം. അത് ആർക്കൊക്കെ ഇഷ്ടമാണ് എന്ന് എണ്ണം കൂടി എഴുതണം. അപ്പോൾ എണ്ണം എഴുതേണ്ടത് എങ്ങനെയാണ്? ചിത്രം വരച്ചിട്ടാണ്. ഒരാൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒരാളുടെ ചിത്രമാണ് വരയ്ക്കേണ്ടത്. 2 ആൾക്കാണെങ്കിൽ 2 എണ്ണം വരയ്ക്കണം. അങ്ങനെ. ഇലയട 5, നെയ്യപ്പം 4, ഉഴുന്നുവട 5, ബോണ്ട 4, ഉണ്ണിയപ്പം 5, പരിപ്പുവട 4, ഉള്ളിവട 4, അച്ചപ്പം 1,
കുഴലപ്പം 3. Which snack is liked by the most number? How many? ഏറ്റവും കൂടുതൽ പേർ ഇഷ്ടപ്പെട്ട പലഹാരം ഏതാണ്? എത്ര പേർ? ഇലയട, ഉഴുന്നുവട ആൻഡ് ഉണ്ണിയപ്പം. All have the highest count of 5. ഇലയട, ഉഴുന്നുവട, ഉണ്ണിയപ്പം ഓരോന്നും 5 പേർക്ക് വീതം ഇഷ്ടമാണ്. ഇലയട ഇഷ്ടമുള്ള 5 പേരുണ്ട്, ഉഴുന്നുവട ഇഷ്ടമുള്ള 5 പേരുണ്ട്, ഉണ്ണിയപ്പം ഇഷ്ടമുള്ള 5 പേരുണ്ട്. How many like ഉഴുന്നുവട? 5. ഉഴുന്നുവട ഇഷ്ടപ്പെടുന്നവർ എത്ര പേരാണ്? 5 പേർ അല്ലേ? Which snack is liked the least? Answer അച്ചപ്പം, because only one person likes it. ആർക്കും ഇഷ്ടമില്ലാത്ത പലഹാരം ഏതാണ്? അച്ചപ്പം, ഒരാൾ മാത്രമേ ഉള്ളൂ എന്നതിനാൽ. Which snacks are liked by exactly 4 people? 4 പേർ വീതം ഇഷ്ടപ്പെട്ടത് നെയ്യപ്പം, ബോണ്ട, പരിപ്പുവട ആൻഡ് ഉള്ളിവട. How many more people like ഉണ്ണിയപ്പം than കുഴലപ്പം? 2. കുഴലപ്പത്തിനേക്കാൾ എത്ര പേർക്കാണ് ഉണ്ണിയപ്പം കൂടുതൽ ഇഷ്ടം എന്നാണ് ചോദിച്ചത്. 5 minus 3 equal to 2. What is the total number of snacks listed across all tables? ഇതിൽ എത്ര സ്നാക്സിൻ്റെ എണ്ണം കൊടുത്തിട്ടുണ്ട്? 35. Toy vehicles. They went to the toy shop to buy a birthday gift for Milan. See the many toy vehicles in the picture. Draw as many pictures of each toy as there are in the shop. Write their numbers also. മിലന് പിറന്നാൾ സമ്മാനമായി കളിപ്പാട്ടം വാങ്ങാൻ അവർ കടയിലെത്തി. കളിവാഹനങ്ങൾ നിരത്തി വെച്ചിരിക്കുന്നത് കണ്ടു. ചിത്രം നോക്കൂ. ഓരോ വാഹനത്തിൻ്റെയും എണ്ണം വരച്ചു ചേർക്കൂ, എണ്ണം എഴുതൂ. അപ്പോൾ മിലന് സമ്മാനം വാങ്ങാനായിട്ട് പോയതാണ്. കളിവാഹനങ്ങൾ നിരത്തി വെച്ചിരിക്കുന്നത് നോക്കൂ. അത് എണ്ണി അതിൻ്റെ എണ്ണം എഴുതണം. കാർ 8, ബസ് 2, ജീപ്പ് 5, എയ്റോപ്ലെയിൻ 1, ബൈസിക്കിൾ 8, ഓട്ടോറിക്ഷ 6. ഇത്രയും വാഹനങ്ങളാണ് നിരത്തി വെച്ചിരിക്കുന്നത്. വിച്ച് വെഹിക്കിൾ ഇസ് ദ ലീസ്റ്റ് ഇൻ നമ്പർ? ഏറ്റവും കുറവുള്ളത് ഏതാണ്? എയ്റോപ്ലെയിൻ. വിച്ച് വെഹിക്കിൾസ് ആർ ഓഫ് ദ സെയിം നമ്പർ? സെയിം നമ്പർ ഉള്ളത് കാർ ആൻഡ് ബൈസിക്കിൾ, 8 ഈച്ച്. ഹൗ മെനി ബസ്സസ് ആർ ദർ? 2. വിച്ച് വെഹിക്കിൾ ഹാസ് എ കൗണ്ട് ഓഫ് 5? 5 ഉള്ളത് ഏതാണ്? ജീപ്പ്. ഹൗ മെനി എയ്റോപ്ലെയിൻസ് ആർ ദർ? എത്ര എയ്റോപ്ലെയിൻ ഉണ്ട്? 1. ഹൗ മെനി ഓട്ടോറിക്ഷാസ് ആർ ദർ? എത്ര ഓട്ടോറിക്ഷകളാണുള്ളത്? 6. വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് വെഹിക്കിൾസ്? എത്ര വെഹിക്കിൾസ് ഉണ്ട്? 30, 30 എണ്ണം. സോ മച്ച് ടു സീ. വാട്ട് തിങ്സ് ഡു യു സീ ഇൻ യുവർ സ്കൂൾ ബിൽഡിംഗ്? ഡോർസ്, വിൻഡോസ്, ബ്ലാക്ക് ബോർഡ്സ്, ലൈറ്റ്സ്, ഫാൻസ്, സ്വിച്ചസ് ആൻഡ് സോ ഓൺ. മേക്ക് എ ടേബിൾ ഓഫ് ദിസ്. എന്തെല്ലാം കാണാം? നിങ്ങളുടെ സ്കൂൾ കെട്ടിടം നോക്കൂ. ജനൽ, വാതിൽ, ബോർഡ്, സ്വിച്ച് ബോർഡ്, ഫാൻ, ലൈറ്റ് എന്നിങ്ങനെ എന്തെല്ലാം കാണാം? അത് പട്ടികയാക്കൂ. വിൻഡോ 4, ഡോർ 1, ബ്ലാക്ക് ബോർഡ് 1, സ്വിച്ച് ബോർഡ് 2, ഫാൻ 2, ലൈറ്റ് 3. ഹൗ മെനി മോർ വിൻഡോസ് ദാൻ ഡോർസ്? ഡോർസിനേക്കാൾ എത്ര കൂടുതലാണ് വിൻഡോ? 3. 4 minus 1 equal to 3. വാട്ട് ഈസ് ദ ടോട്ടൽ കൗണ്ട് ഓഫ് ഫാൻസ് ആൻഡ് ലൈറ്റ്സ്? എത്രയാണ് ഫാനുകളും ലൈറ്റുകളും ഉള്ളത്? 2 plus 3 equal to 5. വിച്ച് 2 items have the same count? ഒരേ നമ്പർ ഉള്ളത് ഏതൊക്കെയാണ്? ഫാൻ ആൻഡ് സ്വിച്ച് ബോർഡ്, ബോത്ത് ആർ 2. വിച്ച് 2 items added together equal 4? 2 ഐറ്റംസ് ആഡ് ചെയ്താൽ 4 കിട്ടുന്നത് ഏതൊക്കെയാണ്? സ്വിച്ച് ബോർഡ് ആൻഡ് ഫാൻ. 2 plus 2 equal to 4. Picture reading. Look at the picture on page 173. Which animals and words do you see? Write in this table. പേജ് 173 ചിത്രം നോക്കൂ. ചിത്രത്തിൽ എന്തെല്ലാം ജീവികൾ? പട്ടികയിൽ എഴുതൂ. അപ്പോൾ പേജ് 173 ചിത്രം നോക്കി എഴുതണം. മങ്കി 6, ഡോഗ് 1, റാബിറ്റ് 3, സ്ക്വിരൽ 8, കാറ്റ് 2, ക്രോ 5, പാരറ്റ് 3, മൈന 3, വുഡ്പെക്കർ 1. What is the number for cat? എത്ര പൂച്ചകളാണുള്ളത്? 2. What is the number for crow? കാക്കകളോ? 5. Which bird has number 3? 3 എണ്ണമുള്ളത് ഏത് ബേർഡാണ്? പാരറ്റ് ആൻഡ് മൈന. Which bird has number 1? ഒരെണ്ണമുള്ളത് വുഡ്പെക്കർ, മരം കൊത്തി. What is 2 plus 3? 2 3 ഉള്ളത് ഏതൊക്കെയാണ്? കാറ്റ് ആൻഡ് പാരറ്റ്. How many children? The table shows the data of students in Milan's school. Class 1,
15 boys, 19 girls. Class 2, 20 boys, 20 girls. Class 3, 19 boys, 22 girls. Class 4, 20 boys and 17 girls. എത്ര കുട്ടികൾ? മിലൻ്റെ സ്കൂളിലെ കുട്ടികളുടെ വിവരമാണ് ചുവടെ. ക്ലാസ് 1, 2, 3, 4 കണ്ടില്ലേ? 1-ൽ ആൺകുട്ടികൾ 15, പെൺകുട്ടികൾ 19, 2-ൽ 20 ആൺകുട്ടികൾ, 20 പെൺകുട്ടികൾ, 3-ാം ക്ലാസ്സിൽ 19 ആൺകുട്ടികളും 22 പെൺകുട്ടികളും, 4-ാം ക്ലാസ്സിൽ 20 ആൺകുട്ടികളും 17 പെൺകുട്ടികളും. വിച്ച് ക്ലാസ് ഹാസ് ദ മോസ്റ്റ് നമ്പർ ഓഫ് ഗേൾസ്? ഏറ്റവും കൂടുതൽ പെൺകുട്ടികളുള്ളത് ക്ലാസ് 3, 22 ഗേൾസ്. വിച്ച് ക്ലാസ് ഹാസ് ദ മോസ്റ്റ് നമ്പർ ഓഫ് ചിൽഡ്രൻ? ഏറ്റവും കൂടുതൽ കുട്ടികളുള്ളത് ക്ലാസ് 3 തന്നെയാണ്, 41 സ്റ്റുഡൻസ്, ബോയ്സ് ആൻഡ് ഗേൾസ്. How many boys are fewer in class 4 than the boys in class 1? ക്ലാസ് 4-നേക്കാൾ എത്ര കുറവ് കുട്ടികളാണ് ക്ലാസ് 1-ലുള്ളത് ആൺകുട്ടികൾ? 20 ആണ് ക്ലാസ് 4-ൽ, 15 ആണ് ക്ലാസ് 1-ൽ. അപ്പോൾ 20 - 15 = 5. വിച്ച് ക്ലാസ്സസ് ഹാവ് ദ സെയിം നമ്പർ ഓഫ് ബോയ്സ്? ഒരേ നമ്പർ ആൺകുട്ടികളുള്ളത് ക്ലാസ് 2 ആൻഡ് ക്ലാസ് 4. 20 boys each, 20 കുട്ടികൾ വീതം. How many boys are there? Total 74. 15 plus 20 plus 19 plus 20. How many girls are there? എത്ര പെൺകുട്ടികളാണുള്ളത്? 78 girls. എങ്ങനെയാണ്? 19 plus 20 plus 22 plus 17. What is the total number of students? എത്രയാണ് ടോട്ടൽ നമ്പർ? 74 plus 78. ഗേൾസും ബോയ്സും കൂട്ടുമ്പോൾ 152 students. Okay dears, study well. See you in next class. Thank you.